ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനും ജയനും അജയനും കൂടി ഇങ്ങനെ സംസാരിക്കണം. അച്ഛനിത് നേരത്തെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് അച്ഛൻ ഞങ്ങളോട് പറയാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ. ചില ഇടവേളക്ക് ശേഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നയനമോളുടെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല. അതിനുള്ള തീരുമാനങ്ങളൊക്കെ ഞാൻ എടുക്കുകയും ചെയ്തു. അങ്ങനെ മനസ്സിലായി ആദർശ് ഗൾഫിലെ ജയിലിലാണെന്നും അങ്ങനെ അവൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കാനുള്ള ഈ മാർഗം മാത്രമേ ഞാൻ നിർദ്ദേശിച്ചുള്ളൂ. അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളല്ല നമ്മുടെ മുത്തശ്ശനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്നാലും വച്ച എങ്ങനെയാച്ചാൽ ഇതൊക്കെ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഹെവിയം കമ്പനികളില്ലേ, അതേതായാലും നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ അവർ ചെയ്ത പണി തന്നെയായിരിക്കും ഇത്, അല്ലാതെ വേറൊരു ഇതില്ല. കാരണം ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ് ആദർശ് അങ്ങോട്ട് പോയത്. അപ്പോൾ ആദർശിനെ എങ്ങനെയെങ്കിലും തകർക്കണം, അതിനു വേണ്ടിയാണ് അവരിങ്ങനെയെല്ലാം ചെയ്തത്. പക്ഷെ എന്തായാലും വെച്ചാ ഒരുപാട് സമാധാനമായി. കാരണം ഇപ്പോൾ നയനമോള് ദുഃഖിച്ച് എപ്പോഴും ഫോൺ ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ നയനമോള് ഇപ്പോഴേ വളരെയേറെ സന്തോഷത്തോടു കൂടി തന്നെയാണ്. അവളുടെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം ഉണ്ടച്ചാ. എൻ്റെ നയനമോളിലെ സന്തോഷം കാണാൻ വേണ്ടി തന്നെയാണല്ലോ ഞാനിങ്ങനെ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ്. അപ്പോൾ ദേവയാനി എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ജലജയും അഭിയും നവ്യയും കൂടി കയറി വരുന്നത്. അപ്പോൾ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കണ്ടോടാ മകൻ ജയിലിലായതിൽ ദുഃഖിച്ച് അങ്ങോട്ട് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനെ അതാണല്ലോ നമ്മളുടെയും ആവശ്യം എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ ദേവയാനി ഇവര് വരുന്നത് കാണുകയാണ്. അപ്പോൾ ദേവയാനി അവിടെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കുറേ നേരം ആയല്ലോ പോയിട്ട്, ഇതെന്താ ഇത്ര ലേറ്റ് ആയത് എന്ന് ദേവയാനി ചോദിക്കാം. അപ്പം എടുത്ത് വയ്ക്കും നമ്മുടെ ജലജയാണെങ്കിൽ അത് പിന്നെ ഏട്ടത്തി ഞങ്ങളെ ഒരു മൂവിക്ക് പോയായിരുന്നു ഏട്ടത്തി, പിന്നെ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ നവ്യ മൂവിക്കും ഷോപ്പിങ്ങിനും മാത്രമല്ല, ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത്. അതെന്തെങ്കിലും ആവട്ടെ എന്ന് ദേവയാനിയും. പക്ഷേ ഇവിടെ നീ ഫുഡ് ഉണ്ടാക്കണം എല്ലാവർക്കും വേണ്ടി എന്നിങ്ങനെ പറയുമ്പോൾ ഏട്ടത്തി ഞാനതിന് എല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ചിട്ടാണല്ലോ പോയത്, പിന്നെന്താ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ അതേ നീ ഉണ്ടാക്കി വെച്ച ഭക്ഷണം മുഴുവനെ തണുത്ത് മരവിച്ചു പോയി. ഇവിടെ ചേട്ടനും അച്ഛനും നല്ല ഫ്രഷ് ഭക്ഷണം വേണം, നല്ല ചൂട് ഭക്ഷണം. അതുകൊണ്ട് എല്ലാ ഭക്ഷണവും നീ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയേ മതിയാവുള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോഴേക്ക് നവ്യക്ക് ഇതൊന്നും കണ്ടിട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നവ്യ വീണ്ടും ദേവനോട് ചോദിക്കാണ്, അമ്മായി എന്താ എൻ്റെ കുഞ്ഞിനൊന്നും എടുക്കാത്തത്? ഞാനെന്തിനെടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഇവിടെ ഒരുത്തരുണ്ടല്ലോ എടുക്കടാ കുഞ്ഞിനെ എന്നിങ്ങനെ പറയുമ്പോൾ അഭി ആ കുഞ്ഞിനെ എടുക്കുകയാണ്. വാ മോനെ എന്നും പറഞ്ഞുകൊണ്ട് എടുക്കുകയാണ്. അതെ, എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നവ്യാണെങ്കിൽ അല്ല അമ്മായി അഭിയേട്ടൻ്റെ കാര്യം എന്തായി, ആദർശേട്ടൻ്റെ കാര്യം എന്തായി? ആദർശേട്ടൻ ജയിലിൽ തന്നെയാണല്ലേ, പുറത്തിറക്കാനുള്ള വല്ല പരിപാടിയുണ്ടോ? ആദർശ് ജയിലിൽ തന്നെയാണ്, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ വല്ലാതെ സന്തോഷം നിൽക്കുന്നത്. അമ്മായി വല്ലാത്ത സന്തോഷമൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആദർശേട്ടൻ ചെയ്തതിൽ ആദർശേട്ടൻ ജയിലിൽ കിടക്കുന്നു, അതിന് ഞങ്ങളിങ്ങനെ പഴി ചാരിയിട്ടൊന്നും കാര്യമില്ല. ഇതേപോലെ അഭയും കിടന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അതൊന്നും ഞാൻ മറക്കാത്ത കാര്യമാണ്. നീ മറക്കണ്ട, നീ അത് ഓർത്തു തന്നെ വെച്ചോ. എനിക്കിപ്പോൾ അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. പക്ഷേ അമ്മായി ഇതിനൊക്കെ ശരിക്കും പാഠം പഠിക്കും. അമ്മായിയും കൂടുതൽ അഹങ്കരിക്കുന്നുണ്ട്. ഇനി ആദർശേട്ടൻ എന്തെല്ലാമാണ് വരാൻ പോകുന്നതെന്ന് കണ്ടറിയാം അമ്മായി എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോഴേക്കും ഈ ദേവയാനിക്ക് കാലി വന്നിട്ട് നിന്റെ മരുമകളോട് മര്യാദക്കൊക്കെ ഇരിക്കാൻ പറഞ്ഞോളാം, അവളോട് ഞാൻ എന്താ സത്യങ്ങളെല്ലാം തുറന്നു പറയണോടി എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഏട്ടത്തി, അവളെ വെറുതെ വിട്ടേര്, അവളോട് സത്യങ്ങളൊന്നും പറയണ്ട. അവളോട് സത്യങ്ങളൊന്നും പറയണ്ടെങ്കിലേ അവളുടെ നാവ് മര്യാദയ്ക്ക് വെക്കാനായിട്ട് പറയണം. അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവളോട് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. അതുകൊണ്ട് മര്യാദക്കിരിക്കാൻ പറ അവളോട് എന്നിങ്ങനെ ദേവയാനി പറയുക.
അപ്പോൾ ജലജയാണെങ്കിൽ ശരി ഞാൻ അവളോട് പറഞ്ഞോളാം, അവള് പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന അനാമികയുടെ ഫാമിലിയാണ്. അപ്പോൾ ഈ വേണു ആണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അനാമിക വന്നിട്ട് അച്ഛൻ കുറേ നേരമായാലും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നു. എന്താച്ചാ? ഓ, നിനക്കൊന്നും അറിയണ്ടല്ലോ. ഞാനിവിടെ കടത്തിൻ്റെ കണക്ക് കൂട്ടുകയായിരുന്നു. കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കുവേ 3 ലക്ഷം രൂപ വരെ പലിശ കൊടുക്കാനുണ്ട് ഈ മാസം. എങ്ങനെ കൊടുക്കും? കയ്യിൽ വല്ല 10 പൈസയുണ്ടോ? ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് കൊടുക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ വേണുവിനെ പറയുമ്പോൾ വേണുവിൻ്റെ ഭാര്യയും വരിക. ആ എടി ദേ ഇത് നോക്കിക്കണ്ടേ, എന്ത് ചെയ്യും? ദേ നീ അവനായിട്ട് ദേ അമേരിക്കയിലേക്ക് പോവല്ലേ, UK പോവല്ലേ, ആ സമയത്ത് ഞങ്ങളെ കൂടി ഒന്ന് സഹായിക്കണേ, ദേ ഞങ്ങളും ഒന്ന് ജീവിക്കട്ടേടി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും അയ്യടാ നാണമില്ലല്ലോ, മകളുടെയും മരുമകന്റെയും പൈസ കൊണ്ട് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലല്ലോ, സമ്പാദിച്ച് ജീവിക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാ. അപ്പോൾ വേണു ഹാ കൊള്ളാടി, ഇത്രയും നാള് ഞങ്ങൾ കഷ്ടപ്പെട്ട് നിന്നെ വളർത്തി വലുതാക്കി, ഞങ്ങളുടെ പൈസ കൊണ്ടല്ലേ നീ ജീവിച്ചത്, അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്തം. ഇവള് ഇങ്ങനെ ഇതിനപ്പുറവും പറയും. മര്യാദയ്ക്ക് പറഞ്ഞതാണ് ഈ കടങ്ങൾ വരെ തീരണ വരെ ആ അനിയോടൊപ്പം പിടിച്ചു നിൽക്കാനായിട്ട്. എന്നിട്ട് ഇവള് കേട്ടോ, ഇവള് അവിടെ കിടന്ന തകിടം മറിഞ്ഞു. അതുകൊണ്ട് ഇപ്പൊ എന്തായി? കടത്തിൽ മുങ്ങി പണ്ടാരം തുടങ്ങി. ഇനി എങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമെന്ന് ആലോചിച്ചിട്ട് പിടിയും കിട്ടുന്നില്ല. പലിശക്കാർ തല്ലി കൊല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം നിങ്ങൾ വരുത്തി വെച്ചതല്ലേ. അതെ, എനിക്ക് അവൻ്റെ ഒപ്പം ജീവിക്കാനൊന്നും പറ്റില്ല. എടി മോളെ, ആ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് നീണ്ടു പോകണം. ഡിവോഴ്സിൻ്റെ അവിടെ സമയത്ത് നീ എങ്ങനെയെങ്കിലും കുതിരിപ്പൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം മേടിക്കണം. അതെങ്കിലും മേടിച്ച് കുറച്ച് കടമെങ്കിലും വീട്ടാടി. ദേ നീ അങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്തതാ എന്നിങ്ങനെ അനാമികയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. ദേ നിങ്ങളൊന്നും മിണ്ടാതിരുന്നുണ്ടേ, എന്ത് വേണം ഏത് വേണം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാനേ എൻ്റെ വുഡ്ബിനെ കാണാനായിട്ട് പോകണം. ആരെ കാണാനായിട്ട്? ഓ, ഞാൻ കല്യാണം കഴിക്കണ എൻ്റെ ചെറുക്കനെ കാണാനായിട്ട് ഞാൻ പോവുകയാണെന്ന്. അവനെ കണ്ട് എനിക്ക് സംസാരിക്കണം. ഏതായാലും അധികം താമസിയാതെ ഞാൻ അവനെയും കൂടി UK പോകും. UK പോയിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കും. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുക. അപ്പം അനാമികയുടെ ആ ഒരു പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. ഇവരിലേക്ക് എന്താ ചെയ്യേണ്ടത്? അവളുടെ കാര്യം നോക്കി പോവുകയാണ്. ദൈവമേ, ഇനി നമ്മളുടെ ഗതി എന്താവോ എന്തോ, ഇനിയിപ്പോൾ ഒരുത്തും ഇവിടെയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ അനാമികയാണെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അനി ആരോടോ വഴിയിൽ നിന്ന് സംസാരിക്കുക. അപ്പം അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊന്ന് ചൊറിയാനായിട്ട് തോന്നി. അപ്പോൾ അവിടെ തന്നെ നിർത്തിയിടുകയാണ് വണ്ടി. അപ്പോൾ അനി ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അനാമിക എടാ എവിടെ നിൽക്കടാ, എടാ അനി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചത്തിലൊരു വിളി. അനിയാണെങ്കിൽ തിരിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടാരം. അപ്പോൾ അനാമിക കണ്ടപ്പോൾ ഇവളെന്തിന് എൻ്റെ അടുത്തോട്ട് വരുന്നത്, ഇനി എന്ത് പ്രശ്നം ഒപ്പിക്കാനാണാവോ എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ അനാമിക നേരെ ഈ അനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എടാ നിനക്കൊക്കെ കുറെ പണി കിട്ടിയല്ലേ, എന്തായടാ ആദർശേട്ടൻ്റെ കാര്യങ്ങൾ? ആദർശേട്ടൻ ജയിലാണല്ലേ, നിന്റെ ഏട്ടൻ ജയിലിൽ തന്നെ കിടക്കണോടാ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അതെ, ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, അതിൽ കയറി ഇടപെടാനായിട്ട് നീ ആരാടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. ഞാൻ ആരാണ് എന്താണെന്നൊക്കെ വഴിയെ നിനക്ക് മനസ്സിലാക്കി തരാം. പക്ഷേ നിന്റെ ഏട്ടൻ അവിടെ കിടന്ന് പുഴുത്ത് നാരകിക്കും കണ്ടോ, ഒരിക്കൽ പോലും നിന്റെ ഏട്ടൻ അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണല്ലോ നിന്റെ ഏട്ടൻ പോയത്. എന്നിട്ട് എന്തായി? നിന്റെ ഏട്ടനെ പിടിച്ച് ഗൾഫിൽ ജയിലിലിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും അനാമിക വ്യക്തമായിട്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അനിയാണെങ്കിൽ ഞെട്ടിപ്പോയി. ഇവളെല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടല്ലോ, എങ്ങനെ ഇവളെല്ലാ കാര്യം അറിയുന്നത്? എടാ ഓരോ കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. നീ എവിടെയാടാ നോക്കി നിൽക്കുന്നത്? നീയേ എന്നെ ഒരുപാട് അങ്ങോട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എടി അധികം താമസിയാതെ നമ്മൾ രണ്ടൊരു ഡിവോഴ്സ് ആകും. അത് കഴിയുമ്പോഴത്തേക്ക് നിന്റെ ഈ മൂച്ച അങ്ങോട്ട് നിന്നോളും. നീ എന്നെ വഴി പിടിച്ച് ഇങ്ങനെ സംസാരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഡിവോഴ്സോ? നിനക്ക് ഞാൻ ഡിവോഴ്സ് തരാനോ? ഇല്ലടാ, ഒരിക്കലുമില്ല. നീ അങ്ങനെ കൂടുതൽ ആഗ്രഹിക്കുകയും വേണ്ട. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. എന്നെ ഡിവോഴ്സ് ചെയ്തിട്ട് വേറൊരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനല്ലേ? ഞാൻ അതിന് സമ്മതിക്കില്ലടാ. നിന്നെ ഞാനിട്ട് ഇങ്ങനെ
വട്ടം ചുറ്റിക്കും. എടാ നിന്നെ ഉപേക്ഷിച്ചാലേ എന്നെ കാത്ത് നല്ലൊരു അടിപൊളി ചെറുക്കനുണ്ട്. ഇത് കേട്ട് അനിയാണെങ്കിൽ ചിരി വരികയാണ്. ആ മനസ്സിലായി, ആ കുളിക്കാതെ നനയ്ക്കാത്തവനല്ലേ. ആ എടാ കുളിച്ചില്ലെങ്കിലും നനച്ചില്ലെങ്കിലും എടാ പെണ്ണിനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ട് അവന്. അത് മതി. നിന്നെ പോലെയല്ല, സ്വന്തം ഭാര്യയെ കൂടെ നിർത്തിയിട്ട് വേറെ പെണ്ണിനെ തേടി പോകുന്ന സ്വഭാവമല്ലേടാ നിന്റെ എന്നൊക്കെ ഇങ്ങനെ അനിയെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. ഡെഡി നീ നിർത്തിക്കോ, നിന്റെ അഹങ്കാരങ്ങളെല്ലാം അവസാനിപ്പിച്ചു. അതേടാ എൻ്റെ അഹങ്കാരങ്ങളെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ പോകുന്നത്. കോടതിയിൽ വെച്ച് കാണാം. കോടതിയിൽ വെച്ച് കാണാം. നല്ല ഒന്നാന്തരം വക്കീൽ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്. അയ്യടാ ഒന്നാന്തരം വക്കീല്. എന്നിട്ട് ആ ഒന്നാന്തരം വക്കീൽ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് നിന്റെ ഏട്ടൻ പുറത്തിറങ്ങി വരാതെന്ന് ചോദിക്കുമ്പോൾ നീയേ മണ്ടിയാണെന്നറിയാം. പക്ഷേ ഗൾഫിൽ കിടക്കുന്ന ഒരാളെ ഇവിടുത്തെ വക്കീൽ നവീൻ പുറത്തിറക്കാനോ? നിനക്കെന്ത് വല്ല ഭ്രാന്തുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. എടാ നീ എന്നോട് കൂടുതൽ ചിലക്കാനായിട്ട് വരണ്ടടാ, എന്താണ് ഏതാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ നിന്ന് പോവുകയാണ്. എനിക്കാണെങ്കിൽ അതിലൊക്കെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നയനയാണ്. അപ്പോൾ നയനയാണെങ്കിൽ എന്തൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആദർശ് വിളിച്ചല്ലോ, ആദർശിൻ്റെ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നും. അപ്പോഴാണ് ജലജ വഴി വരുന്നത്. അപ്പോൾ ജലജ ഈ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവൾ ദുഃഖിച്ചിരിക്കുകയായിരിക്കും. ദുഃഖിക്കട്ടെ, അവള് ദുഃഖിച്ച് തന്നെ ഇരിക്കട്ടെ, അവൾ കിട്ടുന്ന ഒരു പണി കൊടുക്കുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ജലജ അങ്ങോട്ട് ചെല്ലുകയാണ്. മോളെ എന്ന് പറഞ്ഞു വിളിച്ചപ്പോൾ നമ്മുടെ നയന ദുഃഖത്തോടെ തിരിഞ്ഞു നോക്കുക. മോളെ ആദർശ് വിളിക്കാത്തതിൽ മോൾക്ക് ഭയങ്കരയേറെ സങ്കടം ഉണ്ടല്ലേ? എന്ത് ചെയ്യാനാണ് മോളെ, ആദർശിന് ഇങ്ങനൊരു വിധി വന്നു പോയല്ലോ. അമ്മായി, ആദർശേട്ടന് ഇങ്ങനൊരു വിധി വന്നു പോയി. എന്ത് ചെയ്യാനാ, ശാപമാണ്, ശാപം. അഭി ജയിലിൽ കിടന്നല്ലോ. അപ്പോൾ അഭിയുടെയും ഒക്കെ ശാപോ എനിക്കും നന്ദുവിനും കിട്ടിയത് കണ്ടില്ലേ? നന്ദുവിന് ആക്സിഡൻ്റ് ആയി, എൻ്റെ ആദർശേട്ടൻ ജയിലുമായി. ഇതിൽ പരം ശാപുവിന് കിട്ടാനുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ നയന ഇങ്ങനെ കൊള്ളിച്ച് പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജ, മോളെ അതൊന്നും അല്ല മോളെ, ശാപമൊന്നും അല്ല. അവൻ ഏതായാലും തെറ്റ് ചെയ്തതല്ലേ, തെറ്റ് ചെയ്തുകൊണ്ടല്ല അവനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയത്. അതിലിപ്പോൾ പശ്ചാത്തപിക്കേണ്ട യാതൊരു കാര്യമില്ല. അയ്യോ അമ്മായി എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന അമ്മായി? അമ്മായിക്ക് കുറ്റബോധം തുടങ്ങിയോ? അഭി തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. എന്നിട്ടും ആദർശേട്ടൻ ജയിലിൽ കിടന്നതിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് എനിക്കറിയാമായി. പക്ഷേ നിങ്ങളത് എൻ്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം. എൻ്റെ ദുഃഖം കാണാൻ വേണ്ടി നിങ്ങൾ വന്നത്. മോളെ ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കരുത് കേട്ടോ. മോളെ സമാധാനിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി തന്നെയാണ് ഞാൻ വന്നത്, അല്ലാതെ മോളെ സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല. ആ കാര്യങ്ങളൊന്നും മോള് മനസ്സിലാക്കണം. എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന അവിടെ നിന്ന് പോവാണ്. ജലജയ്ക്കാണെങ്കിൽ ആകെ കലി വന്നൊരവസ്ഥയിലും ഇങ്ങനെ നിൽക്കുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ആദർശിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിൽ ഗൾഫിൽ നിന്നിട്ട് ഓരോ കാര്യങ്ങൾ നീക്കം ചെയ്യാണ്. എങ്ങനെയെങ്കിലും ഇത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. AVM ജ്വല്ലറിനേക്കാളും ഇപ്പോൾ ഒരു പിടി നമ്മൾ താന്നിരിക്കുകയാണ്. പക്ഷേ അതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഇവരൊക്കെ പറയാണ് അനന്തപുരിയിലെ മരുമകള് ഈ പരസ്യത്തിൽ അഭിനയിക്കാൻ വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു പരസ്യം വിട്ടായിരുന്നു. അപ്പൊ ആ ഒരു പരസ്യത്തിൽ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിലെന്തെങ്കിലും തീരുമാനം ഒപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായാലും എന്നെ കുടുക്കിയതിന് പിന്നിൽ അവർ തന്നെയാണെന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പാണ്. അപ്പോൾ അത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ നടക്കുന്നത്. ഇനി ഇത് എവിടത്തോളം പോകുന്നെന്ന് എനിക്കറിയണം എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയാണ്. ഏതായാലും മുത്തശ്ശൻ ഇടപെട്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ജയിലിനുള്ളിൽ കഴിയേണ്ടിരിക്കും വന്നാനേന്നിരുന്നു ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ നയനയും അതേപോലെ തന്നെ ജലജയും കൂടി സംസാരിക്കുകയും ചെയ്യാണ്. ഏതായാലും അമ്മായിക്ക് വളരെയേറെ സന്തോഷം തോന്നിയല്ലോ. പക്ഷേ എൻ്റെ ചേച്ചിയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾ കുറേ കാര്യങ്ങളെല്ലാം ക്ഷമിച്ചിരിക്കുന്നതെന്നും പറയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ജലജയ്ക്കാകെ കലയും വരിക. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.